ഹായ് ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാലാവസ്ഥ അനുകൂലമല്ല, കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷേ നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്ത് ആഘോഷങ്ങൾ വന്നു കഴിഞ്ഞാലും കണ്ണൂരിൻ്റെ ആ ആഘോഷത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ഒരിക്കലും മടി കാണിക്കാറില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓരോ വർഷവും ഓരോ ആഘോഷ സമയത്ത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുമായിട്ടാണ് DJ അമ്യൂസ്മെൻറ്റ് പാർക്ക്, DJ അമ്യൂസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സുന്ദരമായിട്ടുള്ളൊരു ടീം നമ്മുടെ കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഇപ്രാവശ്യം ഈ ഒരു ആഘോഷ സമയത്ത് ഓണം ആഘോഷിക്കുവാൻ വേണ്ടി, ഒരു ഫാമിലിയായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി, കുട്ടികളോടൊപ്പം ഒരു ദിവസം ആഘോഷിക്കാൻ വേണ്ടി ഇന്ന് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കണ്ണൂരിൻ്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു സ്വപ്നയാത്ര, സന്തോഷയാത്ര, സ്നേഹം നിറഞ്ഞ യാത്ര എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു യാത്രയുണ്ട്. അതായത് പ്രണയത്തിൻ്റെ യാത്രയാണ്. അതിലുപരി ഒരുപാട് സ്വപ്നങ്ങളുടെ യാത്ര കൂടിയാണ് ഈ ഒരു യാത്ര. അല്ലെങ്കിൽ യാത്ര ചെയ്ത് മുഴുവിപ്പിക്കാൻ പറ്റാത്ത ഒരു മനോഹരമായിട്ടുള്ള യാത്ര. വർഷങ്ങൾക്ക് ശേഷം ചരിത്രം വീണ്ടും പിറന്നു. അത് ടൈറ്റാനിക് എന്ന് പറയുന്ന നാമധേയത്തിൽ ഒരുപാട് പേര് ആ സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ജാക്കും റോസും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് വളരെ കുറച്ചൊന്നുമല്ല. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കുഞ്ചാക്കോ ബോബൻ, ശാലിനിയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ജാക്കും റോസുമായിരുന്നു. അല്ലെങ്കിൽ യാത്ര ചെയ്ത് മുഴുവിപ്പിക്കാത്ത ഒരു യാത്ര എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു യാത്ര, ചരിത്രമുറങ്ങുന്ന യാത്ര. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് യാത്ര ചെയ്തു. അതിലൂടെ മരണമടഞ്ഞവരും വളരെ ചെറുതൊന്നുമല്ല. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. കണ്ണൂരിൻ്റെ മണ്ണിൽ ആ ഒരു സുന്ദരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു സ്വപ്നം അങ്ങനെ പടുത്തുയർത്തിയിരിക്കുകയാണ് DJ അമ്യൂസ്മെൻറ്റ് എന്ന് പറയുന്ന ടീം. കഴിഞ്ഞ വർഷം ലണ്ടൻ ബ്രിഡ്ജായിരുന്നു. അതിനു മുമ്പ് ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. ഇപ്രാവശ്യം ടൈറ്റാനിക്. ചിലപ്പോഴെങ്കിലും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഈ ഒരു ഓണം ഫെയറിൽ വരികയും ടൈറ്റാനിക്കിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ എന്താണ് ടൈറ്റാനിക് എന്നുള്ളതും അല്ലെങ്കിൽ ടൈറ്റാനിക്കിൻ്റെ ചരിത്രം എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നു. എന്തായാലും ഈ വരുന്ന 24-ാം തീയതി, ഈ മാസം 24-ാം തീയതിയാണ് ഇതിൻ്റെ അവസാന ദിവസം. കണ്ണൂരിൻ്റെ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തും ചെറുതുമായിക്കോട്ടെ വലുതുമായിക്കോട്ടെ അതിനെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന മനസ്സുള്ള ആൾക്കാരാണ് കണ്ണൂർ ജില്ലക്കാർ. പക്ഷേ കണ്ണൂർ ജില്ലയ്ക്ക് വെളിയിൽ നിന്ന് പോലും അനവധി ആൾക്കാർ വന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു ആ ഒരു മണ്ണായിരുന്നു ഈ ഒരു മണ്ണെന്ന് പറയുന്നത്. ടൈറ്റാനിക്കിൻ്റെ വിശേഷങ്ങളും ടൈറ്റാനിക്കിൻ്റെ തിരുശേഷിപ്പുകളും അല്ലെങ്കിൽ എന്താണ് ടൈറ്റാനിക്കിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട്. ഒന്നുകൂടി പറയട്ടെ, വരുന്ന 24-ാം തീയതിയാണ് ലാസ്റ്റ് ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ദിവസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാരണം ഇപ്പോൾ കിട്ടുന്നത് പിന്നെ കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഇപ്പോൾ ആഘോഷിക്കേണ്ടത് ഇപ്പോൾ തന്നെ ആഘോഷിക്കണം. ഈ സമയവും കടന്നു പോകും. ഈ സമയത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും, സ്നേഹം നിറഞ്ഞ എല്ലാവരും ടൈറ്റാനിക്കിൻ്റെ ഈ ഒരു സുന്ദരമായുള്ള കാഴ്ചകൾ കാണാൻ വരിക. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത് ടൈറ്റാനിക്കിൻ്റെ അകത്തളത്തിൽ വെച്ചിട്ടാണ്. ഇവിടെ ജാക്കുണ്ട്, റോസുണ്ട്, ആ യാത്ര ചെയ്ത ഒരുപാട് പേരുണ്ട്, ചരിത്രങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഇതിൻ്റെ അകത്തളത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആർട്ട് വർക്കാണ് കേട്ടോ. കാരണം ടൈറ്റാനിക് എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ ടൈറ്റാനിക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു കളർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ടൈറ്റാനിക്കിൻ്റെ പൂർണ്ണമായിട്ടും മനോഹരമാക്കിയിട്ട് ഈ ഒരു രാജകൊട്ടാരത്തിൽ എത്തിയ പോലെയാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഫീൽ എന്ന് പറഞ്ഞാൽ. അടിപൊളി, വെരി ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മളുടെ ഈ ടൈറ്റാനിക് ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ജാക്ക് ഉണ്ടാക്കിയ ഓളുണ്ടല്ലോ, എൻ്റെ പൊന്ന് ചക്കരമുത്ത്, നിന്നെ കാണാൻ വേണ്ടി എത്ര കാലം ഞാൻ ആഗ്രഹിച്ചെന്നറിയോ. ജാക്ക് ഉണ്ടാക്കിയ ഓളെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതായിരുന്നു കേട്ടോ. ആ പ്രണയത്തിൻ്റെ ചക്കരേ. പിന്നെ നമ്മൾ ജാക്കിനെ കാണുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും റോസിനെ കാണാൻ പറ്റില്ല. ജാക്ക് ആൻഡ് റോസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ആ സമയത്ത് പ്രണയം എന്താണെന്ന്, അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഒരു പൂർണ്ണത എന്താണെന്നുള്ളത് മനസ്സിലാക്കി, സോറി കേട്ടോ, ക്ഷമിക്കണേ, കയ്യബദ്ധം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തന്ന ആൾക്കാരൊക്കെയാണ് ജാക്കും റോസൊക്കെ. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ജാക്ക് ആൻഡ് റോസ്. ടൈറ്റാനിക്കിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. വരുന്ന 24-ാം തീയതിയാണ് ഇതിൻ്റെ ഒരു അവസാനം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വൈൻഡപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മളെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഇമേജ് മൊബൈൽ കിസിൻ്റെ ചോദ്യോത്തര പരിപാടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഒരുപാട് പേര് ഇങ്ങനെ ടൈറ്റാനിക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചേട്ടനും ചേച്ചിയും നമ്മൾ ആദ്യം പരിചയപ്പെടും. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഒരു ജാക്കിനെയും റോസിനെയും പോലെ ഉണ്ട് നിങ്ങൾ കാണാൻ. അങ്ങനെ തന്നെ അത്ര തന്നെ രസമില്ല അല്ല. പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണോ? അല്ല. കല്യാണത്തിന് ശേഷം പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രണയം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരിക്കലും തീരാത്ത ഒന്നാണല്ലോ അല്ലേ? ശരി, ടൈറ്റാനിക്കിൽ വന്നിട്ടേ ഉള്ളൂ. പേരെന്താണ്? അശോക്. സ്വദേശം എവിടെയാണ് അശോട്ടാ? പുതിയൊരു എവിടെയാണ്? പുതിയൊരു മണ്ഡപം. വൗച്ചറായിട്ട് അവിടെ പോയാൽ മതി കേട്ടോ. ഇവിടെ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ വേറെ ചോദ്യം ചോദിച്ചോട്ടെ. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട്. നമ്മുടെ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളും നിരോധിച്ചു കഴിഞ്ഞു. അതിലൂടെ ഒരുപാട് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശരി, പറയുന്നതല്ല ആണ്. ഓക്കെ, ചോദ്യം കേട്ടോ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിർമ്മാണം, ഉപയോഗം, വിൽപ്പന, ഇറക്കുമതി, സംഭരണം എന്നിവ 2022 ജൂലൈ 1 മുതൽ നിരോധിച്ചു കൊണ്ടുള്ള ഭേദഗതി പുറത്തിറക്കിയ രാജ്യമേതെന്നുള്ളതാണ് ചോദ്യം. അതായത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ നിർമ്മാണം, ഉപയോഗം, വിൽപ്പന, ഇറക്കുമതി, സംഭരണം എന്നിവ 2022 ജൂലൈ 1 മുതൽ പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. രാജ്യം ഏത് രാജ്യത്താണ് ഇങ്ങനെ ഒരു ഈ ഒറ്റത്തവണ വൺ ടൈം യൂസിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തലാക്കിയത്? 2022 മുതൽ ജൂലൈ മുതൽ പൂർണ്ണമായിട്ടും നിർത്തലാക്കിയത് ഏത് രാജ്യമാണെന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ മഹാരാജ്യമാണ് ഇങ്ങനെ പൂർണ്ണമായിട്ടും നിർത്തലാക്കിയിരിക്കുന്നത്, വേറെ രാജ്യമല്ല. ഇപ്പോൾ ഇവിടുന്ന് പ്ലാസ്റ്റിക് സംഭവം കിട്ടണില്ല. എന്നാൽ ഒളിച്ചും പാത്തൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിയമം എന്താണോ അത് തെറ്റുകയാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് ഇങ്ങനൊരു സംഭവം വന്നിരിക്കുന്നത്, പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണെന്ന് പറയപ്പെടുന്നു. ഇന്ത്യ എന്നുള്ളത് റൈറ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ് ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂമാണ്. കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. രണ്ടാളും കൂടി ട്രൈ ചെയ്ത് പിടിച്ചോ. ഹാപ്പിയാണല്ലോ? നല്ല മഴ. കുട എടുത്തായിരുന്നു? ഒറ്റൊരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് നിർത്താം.
ഇതിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഞാനൊരു ബമ്പർ സമ്മാനം തരാം. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. വായിച്ചോ. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ സമ്മാനങ്ങൾ കൊണ്ട് പിന്മാറാം. എന്ത് ചെയ്യുന്നു? നമുക്ക് മതി, മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ ശരി, കാണാം കേട്ടോ. സന്തോഷം ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. ടൈറ്റാനിക് അമ്യൂസ്മെൻറ്റ് ടൈറ്റാനിക്കിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വൈനൊക്കെ ഇങ്ങനെ തുളുമ്പി നിൽക്കണം കേട്ടോ. വൈനും പ്രണയമല്ലേ ടൈറ്റാനിക് എന്ന് പറഞ്ഞ പ്രണയമാണ്. അപ്പോൾ ശരി, നമുക്കിനി ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ടീമിലേക്ക്. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ടൈറ്റാനിക്കിൻ്റെ ഉൾവശത്താണ്. ഞാൻ അതാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ യാത്ര തുടങ്ങിയ ഒരു വലിയൊരു വാഹനം. പിന്നെ നമ്മൾ പഠിച്ചതൊക്കെ അല്ലെങ്കിൽ കണ്ടതും സിനിമയിലൂടെയൊക്കെ കണ്ടതും ആസ്വദിച്ചതൊക്കെ മനോഹരമായിരുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ ഒരു കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ആർട്ട് വർക്ക് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു. എങ്ങനെയുണ്ട് ആർട്ട് വർക്ക് ഇതിൻ്റെ? നമ്മൾ കുറച്ച് ഭാഗമേ കണ്ടിനുള്ളൂ, എന്നാലും കാണാൻ വളരെ ഭംഗിയുണ്ട്. സൂപ്പർ തന്നെ. നമസ്കാരം, പേര് പറ. പേര് രാജീവൻ. രാജീവോട്. സ്വദേശം എവിടെയാണ്? ചെമ്പിലോട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചെമ്പിലോടുള്ള? ചെമ്പിലോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, മഴയല്ലേ, 2-3 ദിവസമായിട്ട് ശീലാത്ത മഴയാണ്. പക്ഷേ മഴ വേണമല്ലോ. അല്ല, എനിക്ക് എൻ്റെ തോന്നുന്നു മഴയത്ത് ടൈറ്റാനിക് മുങ്ങിപ്പോവോ? ഇല്ല, അതാകാൻ സാധ്യതയില്ല. ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ശരി. എന്താണ്, ഏത് മേഖല ജോലി? ഞാൻ ഓട്ടോറിക്ഷ എടുക്കാം. ചെമ്പിലോട് തന്നെയാണോ? അല്ല, ഇവിടുന്ന് കണ്ണൂരാണ്. ചേച്ചിയുടെ പേര്? കാണാനും ആസ്വദിക്കാനും വേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്, ഇമേജ് മൊബൈൽ കിസ് എന്നാണ് പരിപാടിൻ്റെ പേര്. ചോദിക്കുന്നത് GK ആണ്. GK എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചോദ്യമല്ല, ഒരു 3 ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഇവിടേക്കായിട്ട് വന്നത്? ഫസ്റ്റ് ടൈമാണോ ഇവിടെ വരുന്നത്? മകളും വന്നിട്ട് ഞാനും ഇവനും ആദ്യമായിട്ടാണ്. വേറെ 2 പേരുണ്ട് കേട്ടോ. മകൾ ഒരു നിൽക്കണില്ല, മകൾ ഭയങ്കരമായിട്ടുള്ള ഓട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ ടൈറ്റാനിക് കയറിയ അവസ്ഥ കേട്ടോ മകളുടെ അവസ്ഥ. ശരി, അപ്പോൾ ഞാൻ ചെറിയ 2-3 ചോദ്യം ചോദിക്കാം. ഉത്തരം പറയാൻ സമ്മാനം തരാം. ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിലെ ചെമ്പിലോട് ടീമിനോടുള്ള ഞങ്ങളുടെ ചോദ്യം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ചിലപ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഒരു 3ാം ക്ലാസ്സിലൊക്കെ കുട്ടിയോട് ചോദിക്കാൻ പറ്റുന്ന അല്ല, ഇപ്പം എന്താ വെച്ചാൽ പിള്ളേർ പറയും കേട്ടോ, മുതിർന്നവർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം ടെക്നോളജി മാറിപ്പോയി. ചോദ്യം കേട്ടോ, പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര പല്ലുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ചോദ്യം. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന് എത്ര പല്ലുകളുണ്ട്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ പൊതുവെ പറയുന്നതാണ് 32 പല്ല്. 32 പല്ല് പ്രായപൂർത്തിയായ 32 പല്ല്. മുഴുവൻ പല്ലുണ്ടോ? ചെറിയൊരു 32 30 പല്ല്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര പല്ലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് 32. യഥാർത്ഥത്തിൽ ഒരു എക്സാമിന് വന്നിട്ട് എഴുതുകയാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര പല്ലുകൾ ഉണ്ടാവും എന്ന് പറയും. നമ്മൾ പൊതുവെ പറയും, നീ എന്നോട് അധികം കളിക്കാൻ അടിച്ചതിൻ്റെ 32 പല്ല്. റൈറ്റ് ആൻസർ. അതായത് പ്രായപൂർത്തിയായ മനുഷ്യന് എത്ര പല്ലുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. 32 പല്ല് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായുള്ള ഉത്തരം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സമ്മാനമാണ് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, കണ്ണൂർ കാൾടെക്സിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും അറിയാല്ലേ, അവിടെ പോയിട്ടില്ല, അവിടെ നിന്നൊരു എന്തെങ്കിലും വാങ്ങിക്കുന്ന സമയത്തുള്ള ഡിസ്കൗണ്ട് വൗച്ചറാണ്. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ഇയർഫോണോ ഹെഡ്ഫോണോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകാം. പ്രത്യേകിച്ച് ടൈമോ ഇതൊന്നും ഇല്ല, എപ്പോൾ വേണമെങ്കിലും പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2ാമത്തെ റൗണ്ടിൽ വേറെ ചോദിച്ചോട്ടെ. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്.
ചെമ്പിലോട് ഭാഗത്തൊക്കെ പൈപ്പ് ജല വിതരണമൊക്കെ എങ്ങനെയുണ്ട്? ഉണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ഇതിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. വെള്ളം വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച 2-3 ദിവസം ഇല്ലേനു, പക്ഷേ ഇന്നലെ മുതൽ കണക്ക് വെള്ളം വരും. വെള്ളം അല്ലെങ്കിൽ ഇത്ര ടൈം മാത്രമാണോ? അങ്ങനെ ഫുൾ ടൈം ഇല്ല. ചില ദിവസങ്ങളുണ്ടാവും, ചില ദിവസം ഇടവിട്ടില്ല. ഇല്ലില്ല, നമ്മൾ തുറന്ന് നോക്കിയാലേ ഒരാൾ ഇങ്ങനെ കാത്തിരിക്കണം, പൈപ്പും തുറന്ന് കാത്തിരിക്കണം അല്ലേ? ശരി ശരി ശരി, ഓക്കെ. ചോദ്യം കേട്ടോ. എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് ജല കണക്ഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്നുള്ളതാണ് ചോദ്യം. മനസ്സിലേക്ക് വരുന്നത് നമ്മൾ കേരളമായിരിക്കും, കേരളമല്ല. അതായത് എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് ജല കണക്ഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഒരു ക്ലൂ തരാം, വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. സ്റ്റേറ്റ് ആണ്. എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോഴും നമ്മുടെ സ്ഥലത്ത് എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് ജല കണക്ഷൻ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ് ഏത്? വളരെ ചെറിയൊരു സ്റ്റേറ്റ് ആണത്. പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഗോവ എന്ന് പറയുന്നത്. ഇതിലേത് ഉറച്ചു വെക്കണം? പോണ്ടിച്ചേരിയാണ് എൻ്റെ പോണ്ടിച്ചേരിയാണ് മനസ്സിലായി. എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് കണക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ്. 2 പേര് ഗോവ പറയുന്നു, ചേട്ടൻ പറയുന്നത് പോണ്ടിച്ചേരി എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി മുൻതൂക്കം നമുക്ക് നോക്കാം. പേര് പറയുന്ന ഗോവ എന്നുള്ളത് റൈറ്റ് ആൻസർ. ഗോവയാണ് എല്ലാ ഗ്രാമങ്ങളിലും പൈപ്പ് ജല കണക്ഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന്. ഒന്ന് ടച്ച് ചെയ്ത് പിടിക്കാം. 3 പേരും. ഓക്കെ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സമ്മാനം. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കും, അതിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ബമ്പർ സമ്മാനം തരാം, കുറച്ചുകൂടി വലിയ സമ്മാനം. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം തിരിച്ചു വാങ്ങിക്കും. ഇത് മാത്രം ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ സമ്മാനങ്ങൾ കൊണ്ട് പിന്മാറാം. എന്ത് ചെയ്യുന്നു? 3ാമത്തെ റൗണ്ടിലേക്ക് പോവാം. അല്ല, ജയിച്ചിന്റെ മനസ്സ് എന്താ അറിയാം, കിട്ടിയത് കൊണ്ട് ഓണം പോലെ ആക്കിയാൽ പോലെ നമ്മൾ പിന്നെ പിന്മാറില്ല. 3rd റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ചോദ്യം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് പയ്യന്നൂർ തായ്നേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വേലായുധൻ എന്ന് പറയുന്ന ചേട്ടനാണ്. അദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ഓക്കെ. അപ്പോൾ 2 ഓട്ടോ തൊഴിലാളികൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോ. ഇതൊരു വലിയ ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് മുസ്ലിം ഭരണാധികാരി ഈ പ്രദേശം കീഴടക്കുകയും സ്ഥലത്തിന് ഫിറോസാബാദ് എന്ന പേര് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ഈ പ്രദേശം നഷ്ടമായപ്പോൾ വീണ്ടും പഴയ പേര് തന്നെ ലഭിച്ചു. സമുദ്രം അതിർത്തിയായുള്ളവൻ എന്നാണ് ഈ പ്രദേശത്തെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത്. അതായത് സമുദ്രം അതിർത്തിയായുള്ളവർ എന്നാണ് ഈ പ്രദേശത്തെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പ്രദേശത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പ്രദേശം എന്നുള്ളതാണ് ചോദ്യം. വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ഭരണാധികാരികൾ ഈ പ്രദേശം കീഴടക്കുകയും സ്ഥലത്തിന് ഫിറോസാബാദ് എന്ന പേര് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇവർക്ക് ഈ പ്രദേശം നഷ്ടമായപ്പോൾ വീണ്ടും പഴയ പേര് തന്നെ ലഭിച്ചു. സമുദ്രം അതിർത്തിയായുള്ളവർ എന്നാണ് ഈ പ്രദേശത്തിൻ്റെ ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്നത്. ഏതാണ് ഈ പ്രദേശം എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ്. ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നോ? അയ്യോ, ഇങ്ങനെ ലൈഫിൽ നനച്ചിരിക്കാത്ത സമയത്ത് വന്ന ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം എന്താണ്?
സന്തോഷം മകനൊരു ജോലി കിട്ടിയത്. നേവിയിൽ തന്നെ ജോലി നേവിയിൽ തന്നെ ജോലി. ഞങ്ങൾ പാവങ്ങളാണ്. അങ്ങനെയല്ല, എല്ലാവരും പാവങ്ങളാണ്. നമ്മൾ പാവങ്ങളാണ്. അപ്പോൾ മകന് ജോലി കിട്ടി. ഇപ്പം ലൈഫ് നല്ല വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പം മകൻ്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച പ്രസവിച്ച്. ഇത് പെങ്ങളാണ്, ഇത് എൻ്റെ മോളാണ്. ആ ഡയമണ്ട് ഇതാണോ എന്നറിയില്ല. അപ്പോൾ ശരി, ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോൾ മനോഹരമാണ്. ഒരു ദിവസം ഇപ്പോൾ കൂട്ടുകാരൊക്കെ മത്സരിച്ചിട്ടുണ്ടില്ലേ, ഒരു ദിവസം കൂട്ടുകാരോട് ഒരുമിച്ചിട്ട് വരാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ടൈറ്റാനിക് അമ്യൂസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചുതരാം. നിങ്ങൾ അയച്ചിരുന്ന ചോദ്യങ്ങളാണ് മത്സരാർത്ഥികളോട് ചോദിക്കുക. ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോദ്യം ആരാണോ അയച്ചിരുന്നത് അവർക്കുള്ളതാണ് സമ്മാനം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ.